പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഓയിൽ മതിയാവും. 1.5 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പും ഓയിലും എല്ലാ സ്ഥലത്തും കിട്ടത്തക്ക രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നല്ല തിളപ്പിച്ച വെള്ളം എടുത്ത് നമുക്ക് ഈ മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമുക്കിതൊന്ന് നമ്മുടെ ഇടിയപ്പം മാവിൻ്റെ പരുവത്തിന് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മാവെല്ലാം നല്ലപോലെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവനാഴിയിൽ ഈ മാവ് എടുത്ത് വെച്ച് കൊടുക്കുക. സേവനാഴിയിൽ മാവ് നിറച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒരു ലൈക്ക് തരിക കേട്ടോ. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഏറെ ഓയിൽ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സേവനാഴി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് ഓയിലിൽ വേണം ഇത് ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഓയിൽ പാത്രത്തിൽ ശരിക്കും ഇച്ചിരി ഏറെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബ്രഷ് കൊണ്ട് കുറച്ച് ഓയിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ആ 1 മണിക്കൂർ കൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതെടുത്ത് എളുപ്പമാണ് ഇനി ചെയ്യാൻ കേട്ടോ. ആദ്യം പാടൊന്നുമില്ല. ഈ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് എല്ലാവർക്കും ചില പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഈ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല ലെയറായിട്ടുള്ള നമ്മുടെ നല്ലൊരു പൊറോട്ട നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നൂൽ പൊറോട്ട പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായ പാനിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈകൊണ്ട് പരത്തിയെടുത്ത പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. 2 ഭാഗവും നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയും മുട്ടക്കറി ബീഫ് കറി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നല്ല ലെയറായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ മണം തന്നെ നല്ല മണമാണ് കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, നമ്മൾ കടയിൽ ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടോ നല്ല ലെയറായിട്ടുള്ള നമ്മുടെ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.